നവകേരള സദസ്സ് സമാപിച്ചെങ്കിലും സർക്കാരിനെതിരെ പ്രതിഷേധം തുടരാൻ പ്രതിപക്ഷം. കെപിസിസി മാർച്ചിനെതിരായ പോലീസ് നടപടിയിൽ AP അനിൽകുമാർ MLA അവകാശ ലംഘന നോട്ടീസ് നൽകി. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം പോലീസ് അക്രമം അഴിച്ചുവിട്ടുവെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. നവകേരള സദസ്സേ കഴിഞ്ഞിട്ടുള്ളൂ, ഇനി സമര സദസ്സെന്ന് കെ മുരളീധരൻ പറഞ്ഞു. നവകേരള സദസ്സാണ് ഇന്നലെ കഴിഞ്ഞത്. സമരത്തിൻ്റെയും ഏറ്റുമുട്ടലിൻ്റെയും സദസ്സുകളാണ് ഇനി വരും ദിവസങ്ങളിൽ കേരളം കാണാൻ പോകും. ഞങ്ങളെ അകാരണമായിട്ട് പോലീസ് ആക്രമിച്ചു MP-മാർ. അത് പറഞ്ഞ് ഇന്നലെ ശശി തരൂർ അതിൻ്റെ ഒരു സൂചന തന്നിട്ടുണ്ട്. അത് ഞങ്ങൾ 6 MP-മാർ ആലോചിച്ച് അക്കാര്യത്തിൽ നടപടി സ്വീകരിക്കും. നവകേരള വിനോദസഞ്ചാരം കഴിഞ്ഞപ്പോൾ മന്ത്രിമാർ തടിച്ചു കൊഴുത്തെന്ന് കോൺഗ്രസ് നേതാവ് ചെറിയാൻ ഫിലിപ്പും പരിഹസിച്ചു. അമീൻ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകാനുണ്ട്. അമീൻ, നവകേരള സദസ്സ് കഴിഞ്ഞു, ഇനി പ്രതിഷേധങ്ങളുടെ ഒരു വലിയ പ്രക്ഷോഭങ്ങളുടെ ഒരു കാലമായിരിക്കും വരാനിരിക്കുന്നത് എന്ന മുന്നറിയിപ്പാണോ കോൺഗ്രസ് നേതാക്കൾ നൽകുന്നത്? എന്താണ് അവരുടെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? ഗോപി, നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് ഇതുവരെയും രാഷ്ട്രീയ വാക്പോരായിരുന്നു രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിന്നത്. നവകേരള സദസ്സ് സമാപിച്ചിരിക്കുന്നു. ഇനി ഒരു പക്ഷേ നിയമ പോരാട്ടത്തിലേക്ക് കാര്യങ്ങൾ കടക്കുന്നതിന്റെ സൂചനകളാണ് കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണങ്ങളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനം പ്രതിഷേധങ്ങൾക്കെതിരായുള്ള പോലീസ് നടപടി, അത് കോടതി കയറിയിരിക്കുന്നു. അതിന്റെ തുടർച്ചയും കോടതി നടപടികളുമൊക്കെ ശ്രദ്ധേയമായിരിക്കും. അതോടൊപ്പം തന്നെ ഈ ഏറ്റവും ഒടുവിൽ ഇന്നലെ KPCC നടത്തിയ പ്രതിഷേധ മാർച്ചിന് നേരായിട്ടുള്ള പോലീസ് നടപടി, അതിൽ ലോക്സഭാ അംഗങ്ങളും അതുപോലെ തന്നെ നിയമസഭാ അംഗങ്ങളും ഒക്കെ MP-മാരും MLA-മാരും ഒക്കെ ഉണ്ടായിരിക്കവെയാണ്, പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ഉണ്ടായിരിക്കവെയാണ് പോലീസ് ഒരു മുന്നറിയിപ്പുമില്ലാതെ നടപടിയിലേക്ക് കടന്നത്. അത് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമുള്ള പോലീസ് നടപടി എന്നുള്ളതാണ്. ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ടൊരു നടപടിയിലേക്ക് കടന്നു എന്നുള്ളതാണ് പ്രതിപക്ഷം ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നതും. അത് ആയുധമാക്കി സർക്കാരിനെതിരെ, ആഭ്യന്തര വകുപ്പിനെതിരെ പോർമുഖം തുറക്കാനുമാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ ആദ്യ നടപടി എന്ന് പറഞ്ഞാൽ KPCC അധ്യക്ഷൻ K. സുധാകരൻ ഇന്നലെ തന്നെ ലോക്സഭാ സ്പീക്കർക്ക് പരാതി നൽകിയിരുന്നു. തന്റെ പാർലമെന്റ് പ്രിവിലേജ് ഒന്നും തന്നെ പരിഗണിക്കാതെ തന്നെയും സഹപ്രവർത്തകർക്കുമെതിരെ മുഖ്യമന്ത്രി നിർദ്ദേശപ്രകാരം പോലീസ് ക്രൂരമായ രീതിയിൽ നേരിട്ടു എന്നുള്ളായിരുന്നു ഇന്നലെ K. സുധാകരൻ ലോക്സഭാ സ്പീക്കർക്ക് നൽകിയ പരാതിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നത്. ഇന്നിപ്പോൾ AP അനിൽകുമാർ നിയമസഭാ സ്പീക്കർക്കും പരാതി നൽകിയിരിക്കുകയാണ്. അതിലും പറയുന്നത് സമാനമായ രീതിയിൽ MLA-മാരുടെ ജനാധിപത്യ അവകാശങ്ങളും സംരക്ഷണവും പരിരക്ഷയും ഒന്നും പരിഗണിക്കാതെ പ്രതിപക്ഷ നേതാവിനെ ഉൾപ്പെടെ വകവരുത്തണമെന്ന ഉദ്ദേശത്തോടു കൂടി പോലീസ് ഇന്നലെ നടപടി സ്വീകരിച്ചു എന്നുള്ളതാണ്. ഇതിൽ മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ പോലീസ് മേധാവിക്കും എതിരെയാണ് അവകാശ ലംഘനത്തിന് നോട്ടീസ് നൽകിയിരിക്കുന്നത്. സഭാ ചട്ടങ്ങൾ പ്രകാരം ഇരുവർക്കുമെതിരെ നടപടി വേണമെന്നുള്ളതാണ് AP അനിൽകുമാർ നൽകിയിരിക്കുന്ന നോട്ടീസിലും ആവശ്യമായി ഉന്നയിച്ചിരിക്കുന്നത്. ഇത് മാത്രമല്ല, പ്രതികരണങ്ങളിലൂടെയും നേതാക്കൾ ഇപ്പോൾ പരിഹാസ രൂപേണയുള്ള പ്രതികരണങ്ങളും നടത്തുന്നു. അതായത് എന്ത് നേട്ടമാണ് ഈ 44 ദിവസം കൊണ്ട് നവകേരള സദസ്സിലൂടെ ഉണ്ടായത്, ആർക്കെന്ത് സഹായം ലഭിച്ചു എന്നുള്ള ചോദ്യം പ്രതിപക്ഷം സജീവമായി തന്നെ ഉയർത്തും. ഇപ്പോൾ ചെറിയാൻ ഫിലിപ്പ് ഉന്നയിച്ചിരിക്കുന്ന പരിഹാസം നവകേരള വിനോദസഞ്ചാരമായിരുന്നു, അത് കഴിഞ്ഞപ്പോൾ മന്ത്രിമാർ തടിച്ചു കൊഴുത്തു എന്നുള്ള പരിഹാസമാണ് ചെറിയാൻ ഫിലിപ്പ് നടത്തിയിരിക്കുന്നത്. മന്ത്രിമാരുടെ ശരീരഭാരം ശരാശരി 10 കിലോഗ്രാം വീതം കൂടി, പൊണ്ണത്തടിയും ദുർമേധസ്സും മൂലം മന്ത്രിമാർക്ക് നടക്കാൻ വയ്യാത്ത സാഹചര്യം ഉണ്ടായി എന്നുകൂടി പരിഹസിക്കുകയാണ് ചെറിയാൻ ഫിലിപ്പ്. സെക്രട്ടേറിയറ്റിൽ ഭരണം സ്തംഭിച്ചൊരു സാഹചര്യം, ഫയലുകൾ കെട്ടിക്കിടക്കുന്ന ഒരു സ്ഥിതിവിശേഷം, മന്ത്രിമാർ പലരും ഈ ആദ്യമായി കേരളം മുഴുവൻ ചുറ്റിക്കറങ്ങി കണ്ടു എന്നത് മാത്രമാണ് നവകേരള സദസ്സിന്റെ നേട്ടമെന്നും ചെറിയാൻ ഫിലിപ്പ് സൂചിപ്പിക്കുന്നു, അല്ലെങ്കിൽ പരിഹസിക്കുകയാണ്. സ്വാഭാവികമായും ഇതിൽ ഈ നവകേരള സദസ്സിൽ എത്ര പരാതികൾ കിട്ടി, അതിൽ എത്ര പരാതികൾ തീർപ്പ് കൽപ്പിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങളിൽ സർക്കാർ മറുപടി പറയേണ്ടതാണ്. അതുയർത്തി മാത്രമാണ് സർക്കാരിന് ഇനി പ്രതിപക്ഷ ആരോപണങ്ങളെയും ആക്ഷേപങ്ങളെയും പ്രതിരോധിക്കാൻ സാധിക്കുക. അതേസമയം നവകേരള സദസ്സിനെതിരെ സർക്കാരിനെ മുൾമുനയിൽ നിർത്താനാകുന്ന പലതരത്തിലുള്ള ആയുധങ്ങൾ പ്രതിപക്ഷത്തിന്റെ കയ്യിലുണ്ട് താനും. ശരി, അമീനാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.